பினராயி அரசுக்கு எதிரான மக்களின் பதிலடிதான் சட்டமன்ற தேர்தல் மூலம் வெளிவந்துள்ளதாக இடுக்கி மாவட்டத்தில் வெற்றி பெற்ற யுடிஎஃப் வேட்பாளர்கள் தெரிவித்துள்ளனர். மக்களுடன் இணைந்து செயல்பட உள்ளதாக യുഡിഎഫിൽ വെற்றி பெற்ற വേட்பாளர்கள் தெரிவித்துள்ளனர். 10 വർഷം ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച ഒരു സർക്കാരിനെതിരെയുള്ള വ്യക്തമായ വിധിയെഴുത്താണ്. മുഖ്യമന്ത്രി തന്നെ 5 റൗണ്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത് അതിൽ പരം ഒരു സന്ദേശം ജനങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ടീം UDF എന്നൊരാശയം നെഞ്ചിലേറ്റി നേടിയ ഒരു വിജയമാണിത്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് കേരളത്തിൻ്റെ സുവർണ കാലഘട്ടമായിരിക്കും. കേരള കോൺഗ്രസ് മത്സരിച്ച 8 സീറ്റുകളിൽ നിലവിൽ 7 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. താങ്കളിലൂടെ ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അതൊക്കെ മുന്നണി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. നമുക്ക് தேவிகுளம் சட்டமன்ற தொகுதி வாக்காளர் பெருமக்கள் என்னை ஜெயிக்க வச்சதற்கு எத்தனை 1000 கோடி நன்றி சொன்னாலும் தீராது. என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். அதுபோலவே என்னுடைய பார்ட்டி UDF நேதாக்கமார் தாளத்தட்டில் உள்ள எல்லாருக்கும் எனக்கு வேண்டி இரவு பகல் பார்க்காமல் பணியாற்றிய எல்லாருக்கும் இந்த வேளையில் നന്ദിയെ தெரிவித்துக் കൊള്ളുகிறேன். ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ബഹുമാന്യനായ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ 6 ടേമായി അല്ലെങ്കിൽ നേരത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്ന ഇടുക്കി നിയോജകമണ്ഡലം കഴിഞ്ഞ പ്രാവശ്യമാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത് നമുക്കറിയാം. അപ്പോൾ ആ നഷ്ടപ്പെട്ട സീറ്റ് ഇടുക്കിയിലെ UDFൻ്റെ സീറ്റ് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യമാണ് UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ സഹപ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണത്തോടെ ആ ദൗത്യം വലിയ വിജയകരമാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷത്തിലാണ്. രാജാക്കാട് CPMൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനതിന് ഉടുമ്പൻചോലയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ ആ മണ്ഡലത്തിൽ ഉയർത്തിയ DC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങൾ പരിഹരിക്കാനൊക്കെ ഇപ്പോൾ DC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾ 28 ദിവസക്കാലം പൂപ്പാറയിൽ നിരാഹാര സമരം, അദ്ദേഹമല്ല പാർട്ടി നേതാക്കന്മാർ നിരാഹാരം, അതിന് നേതൃത്വം കൊടുത്തയാളാണ്. അപ്പം ഞങ്ങൾ ഉയർത്തിയ എല്ലാ വിഷയങ്ങളും ഉടുമ്പൻചോല അസംബ്ലി നിയോജകമണ്ഡലത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അത് പൂർണ്ണമായും നിർവഹിക്കും എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് നൽകിയ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയ ഉടുമ്പൻചോലയിലെ എല്ലാ ജനവിഭാഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്ന വാഗ്ദാനം ഞങ്ങൾ അവർക്ക് നൽകുകയാണ്.